ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതിനൊരു നിയമം വേണ്ടേ? പൊതുജനം പ്രതികരിക്കുന്നു. അത് ഒരു പരിധിവരെ നല്ല കാര്യമാണത്. അത് ഞങ്ങൾക്കും അതിനോട് താല്പര്യമുണ്ട്. ഒരു കപ്പയോ ഒരു കൃഷി ഒരു കാര്യവും ചെയ്യാം. നാട്ടിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് കൊല്ലുന്നതിൽ എനിക്ക് നമുക്ക് 100% നമ്മുടെ നാട്ടുകാരെന്നുള്ളത് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് 100% യോജിപ്പാണ്. നമ്മൾ സാധാരണപ്പെട്ട ഒരാൾ നമ്മൾ അവിടെ ചെന്ന് കൃഷി കപ്പ ചെയ്തു, ചേന ചെയ്തു, ചേമ്പ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മെനക്കെട്ട് പൈസയും മുടക്കി ചെയ്യുമ്പോൾ അതിനൊരു ബെനിഫിറ്റ് ഇല്ലാതെ ഇത് വന്ന് കയറി മേഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സർക്കാരിൻ്റെ ഈ തീരുമാനം 100% ശരിയാണ്. കർഷകർക്ക് ദോഷം ഉണ്ടാകുന്ന കാര്യമാണ് വന്യമൃഗങ്ങൾ. അതുപോലെ ജീവന് നഷ്ടപ്പെടുമല്ലേ. അപ്പോൾ അതിന് മറ്റു മാർഗ്ഗമൊന്നും ഇല്ലല്ലോ. നല്ല തീരുമാനത്തെ പറയാൻ പറ്റും. അത് കൃഷിയെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും നമുക്ക് ശല്യം ഉണ്ടാവാത്ത രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കണം. അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ്. ഇത്രയും കൃഷികളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വന്യമൃഗങ്ങളെ നമ്മുടെ ഈ നാട്ടിലിറങ്ങിയിട്ട്, അപ്പോൾ അതിനെ ഞാൻ അനുകൂലിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിലില്ലല്ലോ ഇങ്ങനെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ ഇല്ലല്ലോ. അവരുടെ ഏരിയയിൽ നിന്നാൽ മതി, വനത്തിൽ നിന്നാൽ മതി. വന്യമൃഗം എന്നല്ലേ പേര്. അവർക്ക് വേണ്ടിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തോണ്ടല്ലോ, ഓഫീസർമാർ ചെയ്തു കൊടുക്കാത്തോണ്ടായിരിക്കുമല്ലോ. തീരുമാനം മാത്രം പോരാ, അവർ പബ്ലിസിറ്റി ആണോ എന്നറിയത്തില്ല, നടത്തിയെടുക്കണം. ഏറ്റവും ഉചിതമായ നല്ല തീരുമാനമാണ്. അതുമായിട്ട് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സമീപിക്കുകയും നടപ്പാക്കുകയും ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. കാരണം ഇവിടെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ശരിയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമ്മൾ ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുള്ള കാര്യത്തിൽ ചോദിക്കുന്നത് നല്ലത് തന്നെയാണ്. അക്രമജീവികളെ കൊല്ലവർ എന്നാ ചെയ്യുന്നത്? വളർത്താൻ പറ്റുമല്ലോ. അതാണ് ശരി. അതാ അക്രമജീവികൾ ഏത് ജീവിയാണേലും കൊല്ലുക. അതുകൊണ്ട് മാർക്കം. മനുഷ്യരെ കൊല്ലുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന്. അതായിരുന്നു പൊതുപ്രതികരണം.